Prophecy for the year 2026 2026 പ്രത്യേക അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ദൈവം എപ്പോഴും നല്ലവനാണ്. ദൈവം നല്ലവനാണെന്ന് അടുത്തറിയുന്നവർക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പം അവൻ്റെ നന്മ നമ്മളിലേക്ക് പകരും. ഈ ലോകത്തിൽ കാണുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നോക്കുമ്പോൾ എന്താണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദൈവം വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട്. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനകത്തുള്ള നന്മകൾ നമുക്ക് അനുഭവിക്കാനൊക്കുന്നില്ല. അതിനൊരു വലിയ തടസ്സം വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ ജഡം. എനിക്കെല്ലാം ചെയ്യാനൊക്കും, ഞാനാണ് വലിയ ആൾ, ദൈവത്തെക്കാട്ടിലും എനിക്കറിയാമെന്നുള്ള ചിന്തകളൊക്കെ കയറി വരുമ്പോൾ ദൈവം പറയുന്നൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഈ 2026 പ്രത്യേകം ദൈവം പറയുന്ന ഒരു വാക്യം, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുമ്പം കർത്താവിന് നിർബന്ധമുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മ, ഞാനൊരു നന്മയുടെ ദൈവമാണ്. എൻ്റെ മക്കളായിട്ട് നിങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഭൂമിക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം, മനുഷ്യരാശിക്ക് എർത്തിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം, ഭൂമിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ അടുക്കലേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം എൻ്റെ വചനം അല്ലെ ശബ്ദം കേൾക്കാനുള്ള ഹൃദയമുണ്ടാകണം. അത് നമ്മൾ ഒരു വീട്ടിൽ എത്ര കോലാഹലം ഉണ്ടെങ്കിലും നമുക്ക് അപ്പനോടോ അമ്മയോടോ പ്രത്യേക സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പ്രയാസ സമയത്ത് ആരും അറിഞ്ഞോ അവരുടെ അടുക്കൽ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞും കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം തീർന്നു കഴിയും. ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ ദൂരെ ഇരിക്കുന്ന മക്കളാണെങ്കിലും അടുത്തുള്ളവരും എന്നെ വിളിച്ചു കഴിയുമ്പം ഒരു 2 മിനിറ്റ് സംസാരിക്കുന്ന നമുക്ക് അവരുടെ സ്ഥിതി എന്താ, അല്ലെങ്കിൽ വൈബെന്ന് പറയാം, സ്ഥിതി എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും പറയണ്ട, എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ, എവറിത്തിങ് ഓൾ റൈറ്റ്, ആ ഒരു ശബ്ദത്തിനകത്ത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാന് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അടുത്ത് ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള ഹൃദയം ഉണ്ടാകണം. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് ഏകദേശം 16 പ്രാവശ്യമാണ് പുതിയ നിയമ വെളിപ്പാടും കൂടെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം, മർക്കോസിൽ 3 പ്രാവശ്യം, ലൂക്കോസിൽ 2 പ്രാവശ്യം, വെളിപ്പാടിൽ 8 പ്രാവശ്യം. അപ്പോൾ എല്ലാം കൂടി 16 പ്രാവശ്യം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ദൈവം പറയുന്നു. അപ്പോൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എത്ര പേര് കേൾക്കുന്നു? അപ്പോൾ എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തതിനെല്ലാം എടുത്തു മാറ്റണം. നമ്മളൊരു വീടിനൊരു മുമ്പിൽ ഒരു വഴിയുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് റോഡ് വരെ ഒരു ചെറിയ വഴിയുണ്ടെന്ന് വിചാരിക്കുക. ആ വഴി ഒരിക്കലും തൂത്തും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ മുള്ളും പറക്കാരെയാകും, അതിലൂടെ നടക്കാൻ വയ്യാതാകും. അതുപോലെ തന്നെയാണ് ദിനംപ്രതി നമ്മുടെ മുൻപിലുള്ള വഴി, ദൈവത്തോടടുക്കുന്നതിൻ്റെ വഴി നമ്മൾ തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് വൃത്തിയാക്കിയിടണം. കർത്താവ് മത്തായിയുടെ സുവിശേഷം ചില ഭാഗങ്ങൾ മാത്രം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിലെ 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നതിന് മുൻപ്, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ. അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വചനം പറയുന്നു എങ്കിൽ, അതായത് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എന്താണ് ഞാൻ കേൾക്കാത്തത്? ദൈവത്തിൻ്റെ കുഴപ്പമാണോ? ഒരു പ്രശ്നം വരും. എത്ര ആപത്തുകൾ, വരാൻ പോകുന്ന ആപത്തുകൾ മുൻപേ കാണുന്ന ദൈവം നമ്മളോട് വാൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിലേ പോകരുത്. നമ്മൾ പോകുന്ന വഴിക്ക് പോയിട്ട് ആപത്ത് വരും. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ, ഒത്തിരി സ്പീഡിൽ ഓടിക്കരുത്, മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണേ. അവർ അമിത സ്പീഡിൽ ഓടിച്ചിട്ട് അവർ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറയണം, മകൻ ഓൾമോസ്റ്റ് ഡൈഡ്. പക്ഷേ പ്രാർത്ഥനയുടെ വലയം പുറകിലുണ്ടായിരുന്നുകൊണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മരണത്തിൽ നിന്ന് മകനെ തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ വിവാഹം നടത്തി അവൻ അനുഗ്രഹമായിട്ട് ഇപ്പോൾ കൃപയിൽ നടക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. അപ്പം കർത്താവ് പറയുന്ന ഇതാണ്, ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്.
ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് അതായത് ഈ തലമുറ എങ്ങനെ ഞാൻ കാണുന്നു, നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. അപ്പം നമ്മൾ ദൈവം തമ്പുരാൻ ഒരു സമയമുള്ളപ്പം മക്കളെ സന്തോഷിക്കേ എന്ന് പറയുമ്പോൾ സന്തോഷിക്കാനും, അതല്ല സങ്കടമാണ് എൻ്റെ അടുക്കൽ വന്ന് മൗനമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇരിക്കാനുമുള്ളൊരു കൃപ കിട്ടിയാൽ ഈ പല പ്രയാസങ്ങളിലും നമുക്ക് വിടുതൽ കിട്ടും. പലപ്പോഴും നമ്മൾ ഈ പ്രശ്നത്തെക്കാട്ടി കൂടുതൽ നമ്മുടെ ഈ ആവലാതി അല്ലെങ്കിൽ നമ്മുടെ ഈ ടെൻഷൻ, ആങ്സൈറ്റി എന്ന് പറയും, അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ കടന്നു വരികയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എന്നെ വിളിക്കുന്നത് പ്രയാസത്തെക്കാട്ടിലും അവരുടെ ഹൃദയമിടിപ്പ് അവർക്ക് അന്നേരം നിയന്ത്രിക്കാൻ വയ്യാത്ത പോലെ ടെൻഷൻ വരും. നമുക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിക്കും, നമ്മളെ ആരോ ഞെരുക്കി പിടിച്ചങ്ങ് കൊല്ലാൻ തോന്നിക്കുന്നു. അതൊക്കെ വരുന്നതെല്ലാം ആത്മീയ ഗോളത്തിൽ ദുഷ്ടശക്തികൾ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുമ്പോൾ അതിലും ഉന്നതനായ ഒരു ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ മേലുണ്ട്, അല്ലെ അവൻ എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അതിൽ ആര് വന്നാലും എന്താ, എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവൻ്റെ പുറകിലാണ്, അല്ലെ അവൻ്റെ ഉള്ളിലാണ്. വി ആർ ഹിഡൻ ഇൻസൈഡ്. അങ്ങനെ രാവിലെ പറയാമല്ലോ, ഞാനും എൻ്റെ കുടുംബം നിന്നിലേക്ക്. അതാണ് 91 ആദ്യത്തെ വാക്യം, സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ. അപ്പോൾ ഈ നിഴലിൻ കീഴിൽ നിന്ന് മാറാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കർത്താവിൻ്റെ നിഴലെന്ന് പറയുന്നത് എക്സ്റ്റെൻസ് എവ്രിവെയർ. പക്ഷെ നമ്മുടെ മനസ്സും ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കുക. ദിനം പ്രതി രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി, ഐ സറണ്ടർ മൈ ലൈഫ് ടു യു, എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു, നിനക്ക് ഇതമില്ലാത്തൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. ഈ ദൈവത്തിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഏകദേശം അതേപോലെ 3 പ്രാവശ്യം പറയുന്നുണ്ട്. മർക്കോസിൻ്റെ 4:9 ഓരോ സുവിശേഷത്തിലും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നെങ്കിൽ ദൈവവചനവും ദൈവസംസാരവും ദൈവസാന്നിധ്യവും അറിഞ്ഞിട്ട് അവൻ്റെ അടുക്കൽ നിന്ന് കേൾക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. 4:9 ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന് മുമ്പിൽ കുറച്ച് മുമ്പോട്ട് ഇവിടെ വിത്ത് ഇടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വിത്ത് നല്ല മണ്ണിൽ വീണിട്ട്, എൻ്റെ മുൻപിലത്തെ ഭാഗം, വിത്ത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു, 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. അപ്പോൾ വിത്ത് എന്തുകൊണ്ടാണ് വിത്ത് 100 മേനി ഉണ്ടാകാഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇടുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് ചോദിച്ചില്ല എവിടെ കൊണ്ടായിടേണ്ടിയെന്ന്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അറിയത്തില്ല, പക്ഷേ കർത്താവ് ഇതെൻ്റെ ആഗ്രഹമാണ്, അല്ല നീ തരുന്ന ആഗ്രഹമാണ്, ഇതിനുള്ള സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്, ഇത് സഹായിക്കാൻ പറ്റിയവരെ നീ എനിക്ക് കാണിച്ചു തരണം, അവരെനിക്ക് ഉപദേശം തരുമ്പോൾ. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നതിനാണെങ്കിൽ തന്നെ മണ്ണ് പരിശോധിക്കാൻ സൗകര്യമുണ്ട്. അതിൻ്റെ എന്താണ് പോരായ്മ കണ്ടിട്ട് അവിടെ വേണ്ടതായിട്ടുള്ള അതിൻ്റെ ന്യൂട്രിയൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേലി കെട്ടി നന്നായിട്ട് കൃഷി നടത്തിയാൽ അതിന് വിളവെടുപ്പ് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ചെറിയ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവൻ തക്ക സമയത്ത് നമ്മളോട് ഉപദേശിച്ച് തരുമ്പോൾ കേൾക്കാൻ ചെവിയുള്ളവനാണെങ്കിൽ, കേൾക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുക തന്നെ ചെയ്യും. അതായത് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓഡിബിളായിട്ട് വലിയ ശബ്ദത്തിൽ ദൈവം പറയുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ അന്തരാത്മ ഉള്ളിൽ നമ്മളോട് ആരോ സംസാരിക്കുന്നത് പോലെ നമുക്ക് വ്യക്തമായിട്ട് തോന്നിക്കും. ദൈവത്തോട് അത് ആഗ്രഹം പറയണം. കർത്താവേ, നിൻ്റെ അടുക്കൽ വന്നിരിക്കുമ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ആവലാതി പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ എന്ത് തിരിച്ചു പറയുന്നു എന്നുള്ളത് വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഓടിപ്പോകരുത്. ഇന്ന് ദൈവം കരുണയുള്ളവനാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കർത്താവ് പറയുന്നത് കേട്ടില്ല എങ്കിൽ പോലും പലരെ കൊണ്ടും ദൈവം തൻ്റെ ഉത്തരം കേൾപ്പിക്കും. എന്നിട്ട് നമ്മളെ നേർവഴിക്ക് നടത്തും. ദൈവത്തിൻ്റെ ഈ വലിപ്പം, അല്ലെ ദൈവം ആര് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ജീവിതം പോരാ. ദൈവത്തോട് ഏറ്റവും നല്ലത് ചോദ്യങ്ങൾ അധികം ചോദിക്കാതെ ഐ ട്രസ്റ്റ് ഇൻ യു. അതാണ് സദൃശ്യവാക്യം പറയുന്നത്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഡു നോട്ട് ലീൻ ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അക്നോളജ് ഹിം ഇൻ ഓൾ ദ വേസ്, ഹി വിൽ ലീഡ് യുവർ പാത്ത് സ്ട്രെയിറ്റ്. അതായത് സദൃശവാക്യം 3 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഒക്കെ വന്നാലും എൻ്റെ ദൈവമാണ് എനിക്കുള്ളത് എന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പം ഐ ആം എ ഡിഫറെൻറ്റ് പേഴ്സൺ.
ആ വാക്യം വായിക്കുകയാണ്. സദൃശവാക്യം 3:5-6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നേരെയാക്കുന്നവനുണ്ട്. വഴി തെറ്റിപ്പോയോ? നമ്മൾ വഴി തെറ്റിപ്പോയെങ്കിലും കർത്താവ് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വസ്തനാണ്. ബി ഹംബിൾ ബിഫോർ ദ ലിവിങ് ഗോഡ്. രാവിലെ തോറും കർത്താവേ, എനിക്ക് നീ പറയുന്നത് ഞാൻ എൻ്റെ കേൾക്കാൻ തക്കവണ്ണം എൻ്റെ ചെവി ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. എന്നോട് സംസാരിച്ചാട്ട് എല്ലാവരെയും അടിച്ചു കേൾപ്പിക്കുന്ന ഒരു ദൈവമല്ല. പക്ഷേ ഐ ആം വില്ലിങ് എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ആകാശവും ഭൂമിയും ഇളക്കി നമ്മളെ കേൾപ്പിക്കേണ്ടത് അവൻ കേൾപ്പിക്കും. പിന്നെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ അങ്ങനെ ചോദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാൽ നമ്മൾ മാറൂല. ബിക്കോസ് വി നോ ദാറ്റ് വട്ട് വി ആർ, വി നോ ഫോർ ഷുവർ നമ്മൾ നിൽക്കുന്ന ആ ഒരു പാറ കറക്റ്റാണ്, അല്ലെ ആ ഒരു പാത ശരിയാണ്. ദൈവം നമ്മുടെ എല്ലാവരെയും ഇന്ന് അധികമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത്, സാവകാശമായിട്ട് നിന്ന് എൻ്റെ അരികെ വന്ന് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക, ഞാൻ അവരെ നോക്കിക്കൊള്ളാം. ഇത് കൂടിയ ഭാഗ്യം നമ്മുടെ എല്ലാ ആവശ്യത്തിനും അവൻ മതിയായവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. 16 പ്രാവശ്യം പുതിയ നിയമത്തിലും വെളിപ്പാടിലും ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. സാവേ, നീ ഓരോ കാര്യത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിനകത്ത് അന്നെന്നുള്ളത് നിന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഇട്ടുതരണം. എന്നും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇതുവരെയും കേൾക്കാതിരിക്കുന്നവരുണ്ടോ എങ്കിൽ വചനത്തിൽ കൂടെ നീ സംസാരിക്കുന്നെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതല്ല, പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നീ ഉത്തരം കൊടുക്കും. അതല്ല, കൂട്ടുകാരിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ പല വിധത്തിൽ നീ സംസാരിക്കുന്നുണ്ട്. എന്നാൽ എന്ത് വന്നാലും ഞാൻ പൂർണ്ണമായിട്ടും അവനിൽ ആശ്രയിക്കുന്നു എന്ന് പറയാനുള്ള കൃപ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കുഴലൂതുമ്പം ഡാൻസ് ചെയ്യാനും, അത് കർത്താവേ, വിലാപത്തിൻ്റെ സമയത്ത് കരയണമെങ്കിൽ കരയാനും, അതല്ല മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയേണ്ടിയപ്പോൾ അവൻ്റെ അടുക്കൽ വന്നിരിക്കാനും, ഒന്നും ചെയ്യാതെ എൻ്റെ സന്നിധിയിൽ വചനവുമായിട്ട് വന്നിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഇട്ടുതരണം. ഓടി നടന്ന് ആവലാതി പിടിച്ച് ഞങ്ങൾക്ക് തന്നെ അസുഖം വരുത്തുന്നതല്ലാതെ ഒരു ഗുണം അതുകൊണ്ടില്ല. എന്നാൽ വചനം എടുത്തു വെച്ചിട്ട് ഈ വചനം എന്നോട് സംസാരിക്കുന്നു, ഈ വചനം എൻ്റെ ദൈവം പറഞ്ഞതാണ്, ഈ വചനത്തിൽ ഇതിന് ഉത്തരമുണ്ട് എന്ന് നമ്മളെ തന്നെ ബലപ്പെടുത്തി കഴിയുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ അതിൽ ക്രിയ ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ചെവികൾ തുറന്നു തരണം. എഫത്താ, ചെവി തുറക്കട്ടെ അപ്പച്ച. നീ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ, മറ്റുള്ളതെല്ലാം എടുത്തു മാറ്റി ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. രാവിലെ തോറും നിൻ്റെ കരുണ എത്ര വലുതപ്പച്ച. അത് കർത്താവേ, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കും നിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. യുവർ മേഴ്സീസ് ആർ ന്യൂ എവ്രി മോർണിംഗ്. എല്ലാ ദിവസവും നിൻ്റെ കൃപയും കരുണയും പുതിയതാണ്. അത് ഞങ്ങൾ വാങ്ങിച്ചെടുക്കുവാൻ വിനയപ്പെട്ട് കടന്നു വരുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അപ്പച്ചൻ ശാശ്വതമായ ഭുജം കൊണ്ട് തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.